A+2 സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയുന്തോറും ആളുകളെ ബുദ്ധി മുട്ടിക്കുന്ന നയമാണ് പല കോർണറുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലായാലും സർക്കാർ സംവിധാനങ്ങളിലായാലും ഒക്കെയും വരുന്നത് അത്തരത്തിലുള്ള പല നീക്കങ്ങളുമാണ്. ഇത് ഉണ്ടാക്കുന്ന ദുസ്സഹമായ ഒരു അവസ്ഥ സംസ്ഥാനത്തെ സാധാരണ ജീവനക്കാർ പോലും കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച് വരികയാണ്. അവർക്ക് ലഭിക്കേണ്ട പല സേവനങ്ങളും കൃത്യമായും ലഭിക്കാത്ത അവസ്ഥയാണ് പല മേഖലകളിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ്. എന്നാൽ ഇത് ശരിക്കും മീഡിയാസ് ഒന്നും വലുതായി ഇത് പുറത്ത് കൊണ്ടുവന്നതുമില്ല. യഥാർത്ഥത്തിൽ അത് ജനങ്ങളെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി ആരാണ് ശരിയായ രീതിയിൽ നിർവഹിക്കുന്നത്? അത് സാധാരണക്കാരായ മനുഷ്യരാണ് അത് ചെയ്യാൻ ഇറങ്ങുന്നത്. അതുവഴി പല കുടുംബങ്ങളും ഒരു വിധത്തിൽ ദാരിദ്ര്യത്തിനെ അകറ്റി നിർത്തുന്നുമുണ്ട്. ക്ഷേമ പെൻഷനും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന വേതനവുമൊക്കെയാണ് പല വീടുകളുടെയും യഥാർത്ഥത്തിൽ ഉള്ള ഒരു വരുമാനവും. അതനുസരിച്ച് അവർ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി പല പഞ്ചായത്ത് സെക്രട്ടറിമാരും തൊഴിലുറപ്പിൽ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കുകയാണ്, തൊഴിൽ കൊടുക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? അതാണ് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം. യൂസർ ഫീ അടച്ച രേഖ കൊണ്ട് കൊടുക്കുന്നില്ല. ആലോചിച്ച് നോക്കുക, യൂസർ ഫീ എന്താണെന്ന് നേരത്തെ നിരവധി എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ എപ്പിസോഡിന് അനുബന്ധമായി നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൂടി പറയാം. വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി വീട്ടിലെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിയോഗിക്കപ്പെട്ട ഹരിതകർമ്മ സേനകൾക്ക് നമ്മൾ മാസം തോറും കൊടുക്കേണ്ട തുകയാണ് ഈ യൂസർ ഫീ എന്നുള്ളത്. അങ്ങനെ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ ഒരു തരത്തിലും ഈ പൊതുജനത്തിന് യൂസർ ഫീ നൽകാത്ത പൊതുജനത്തിന് ഒരു സേവനവും നൽകണ്ട എന്ന് പറഞ്ഞ് സർക്കാർ ഒരു ഉത്തരവിറക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനത്തിൽ പോയാൽ ഓണർഷിപ്പ് നൽകണമെങ്കിൽ യൂസർ ഫീ അടച്ച രേഖ കാണിക്കണം. അതുപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണോ അത് കാണിക്കണം. പെർമിറ്റിന് നിങ്ങൾ അപേക്ഷ കൊടുക്കണോ ഇത് കാണിക്കണം. ഈ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണോ ഇത് കാണിക്കണം. യൂസർ ഫീ നിങ്ങൾ പ്രതിമാസം കൃത്യമായി അടച്ചു എന്ന രേഖ കാണിച്ചാലേ നിങ്ങൾക്ക് അവിടെ നിന്നും സേവനം ലഭിക്കുകയുള്ളൂ. അത് ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ പാവപ്പെട്ടവന് നേരെയും ഈ കുന്തം എടുത്തുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായ ഒരു കാര്യം. പല പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഈ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, വേണ്ട ആളുകൾക്ക് തൊഴിൽ ദിനം കൊടുക്കുമ്പോൾ അവരുടെ തൊഴിൽ കാർഡ് നമ്പർ മാത്രം മതിയാകും എന്ന് കേന്ദ്രത്തിൻ്റെ ഈ തൊഴിലുറപ്പ് പദ്ധതി മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമായും പറയുന്നുണ്ട്. അതിൽ ഒരിടത്ത് പോലും യൂസർ ഫീ കൊടുക്കുന്നവർക്ക് മാത്രം തൊഴിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നില്ല. ആ അവസ്ഥയിലാണ് കേരളത്തിലെ പല പഞ്ചായത്ത് സെക്രട്ടറിമാരും ഇപ്പോൾ ഇത്തരം വാദഗതികൾ ഉയർത്തി തൊഴിലാളികളെ മടക്കി വിടുന്നത്. പാവം തൊഴിലാളികൾക്ക് ഇതിൻ്റെ നിയമമൊന്നും അറിയില്ല. അവരീ പറയുന്നതും കേട്ട് തിരിച്ചു പോവുകയാണ്. പാവപ്പെട്ടവനും മാസം തോറും യൂസർ ഫീ കൊടുക്കുന്നു എങ്കിൽ അവന് തൊഴിലുറപ്പ് ദിനങ്ങൾ അവന് കിട്ടും, അഥവാ തൊഴിലുറപ്പിന് അവനെ നിയോഗിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അടുത്ത കാലത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അത് ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ 3 തട്ടുകളെ ഒറ്റ തട്ടാക്കി മാറ്റി ഒരു ഇൻ്റഗ്രേഷൻ വന്നു. ഇതിനെ 3ഉം സംയോജിപ്പിച്ചതിന് ശേഷം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്തു. സെക്രട്ടറിമാർ, പഞ്ചായത്തിലിരുന്ന സെക്രട്ടറിമാരെല്ലാം മുനിസിപ്പൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് പോയി, മുനിസിപ്പൽ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാരായി. അങ്ങോട്ടും അതേപോലെ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുനിസിപ്പൽ തലത്തിലിരുന്ന സെക്രട്ടറി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്തിൻ്റെ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ഈ ചട്ടത്തെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു ധാരണ അവർക്കുമില്ല. തുടർന്ന് അവർക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതൊക്കെ അങ്ങ് നിർദ്ദേശിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക്
തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ അവർക്ക് യൂസർ ഫീ അടച്ച രേഖ കൂടി ഹാജരാക്കിയാൽ മതി എന്ന് പ്രത്യേകിച്ച് ഒരു ഉത്തരവും ഇതുവരെയില്ല. മറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ നൽകുന്നതിനാണ് ഈ യൂസർ ഫീ അടച്ച രേഖ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഈ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നിർദ്ദേശം. പല തൊഴിലാളികൾക്കും നിയമങ്ങളെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. പഞ്ചായത്ത് സെക്രട്ടറിമാരൊക്കെ പറയുന്നത് തന്നെയാണ് വേദവാക്യം എന്ന് കരുതി അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു അനർത്ഥമാണ് ഇത്. പക്ഷേ ഇത് സംബന്ധിച്ച് തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാന് നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ ഉടനീളം ഇതുപോലുള്ള ഈ തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ്റെ മുമ്പിൽ പരാതികൾ കുന്നുകൂടാനാണ് സാധ്യത. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓംബുഡ്സ്മാന് നിങ്ങളുടേതായ പരാതി നിങ്ങൾ കൊടുക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. 100 തൊഴിൽ ദിനങ്ങൾ ഒരു തൊഴിലാളി അപേക്ഷിച്ചാൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ഒരു തൊഴിലാളി അപേക്ഷിച്ചാൽ കൊടുക്കണം. പഞ്ചായത്ത് സെക്രട്ടറി അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമായും പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ സേവനമൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ല, അദ്ദേഹത്തിൻ്റെ സേവനമാണ്, നിർബന്ധ സേവനത്തിൽപ്പെട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടവന് 100 ദിവസത്തെ തൊഴിൽ അവൻ ആവശ്യപ്പെട്ടാൽ അവന് ആ തൊഴിൽ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്, ചുമതലയാണ്. അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം നടത്തുന്നു എന്നുള്ളത് കഷ്ടാൽ കഷ്ടമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നതും ഈ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ ഈ തൊഴിലാളികളെ മടക്കി അയക്കുന്നു എന്ന് പറയുന്നത് തികഞ്ഞ കൃത്യവിലോപമാണ്. അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ശരിക്കും നമ്മൾ പഞ്ചായത്തിലാണെങ്കിൽ പ്രതിമാസം 50 രൂപ കൊടുക്കണം. പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് 70 രൂപയാണ്, കോർപ്പറേഷനാണെങ്കിൽ അത് 100 രൂപയാണ്. ഇതൊക്കെയാണ് നിശ്ചയിക്കപ്പെട്ടതെങ്കിലും അതിനേക്കാൾ കൂടുതലാണ് പലയിടങ്ങളിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഈടാക്കുന്നത്. ഇത് മുൻപ് എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം എന്തും സഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി ജനങ്ങളെല്ലാം സഹികെട്ട അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാം കൃത്യമായി നടക്കും എന്ന് നമ്മുടെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. നമ്മുടെ ശരിക്കു പറഞ്ഞാൽ ആളുകൾ, സാധാരണക്കാർ പോലും വീർപ്പ് മുട്ടുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മേൽ, ദരിദ്രരുടെ മേൽ, ഇനി മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഈ അതിദരിദ്രരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കണക്കിലെടുക്കേണ്ടതില്ല എന്ന് മാർഗനിർദ്ദേശം ഉള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് യൂസർ ഫീ അടച്ചില്ലെങ്കിൽ ഈ പാവപ്പെട്ടവന് തൊഴിൽ കൊടുക്കില്ല എന്ന് പറയുന്നത്.